സോ ഹലോ ഗൈസ്, വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ GTA 5 ഗെയിം പ്ലേ വീഡിയോ ആണ് ഗൈസ്. നമ്മൾ ഈ സിറ്റിയിൽ ഫസ്റ്റ് ടൈമാണ്. ഇന്നലെ വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങിയുള്ളൂ. നമ്മൾ ഈ വീട് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു. നമ്മൾ എന്നിട്ട് നമ്മളൊരു പട്ടീനെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പട്ടിയുടെ ഒരു ഷോപ്പ് ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സിറ്റിയൊക്കെ ചുറ്റിക്ക് ഇറങ്ങണം, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ എത്ര പെട്ടെന്ന് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. മാപ്പ് ഒന്ന് നോക്കട്ടെ. ഓ ഗൈസ്, ഇവിടുത്തെ ലിറ്ററലി ഇപ്പം $300 ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ജോലി ഒപ്പിക്കാൻ നോക്കണം ഗൈസ് മാക്സിമം. കാരണം നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോലിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം. പൈസ വേണം ഗൈസ്. പൈസ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമുക്ക് വെറും $300 ഉള്ളൂ. $300 ജീവിക്കാൻ തന്നെ വണ്ടി വല്ല ഇടിച്ചാൽ തന്നെ അത് റിപ്പയർ ചെയ്യാൻ പോലും പൈസ ഇല്ല. $300 ഉള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ ഷോറൂമിൽ എത്തണം. നമ്മുടെ ഹോണൊക്കെ മാറ്റി വന്നപ്പോൾ തന്നെ നമ്മളൊരു മോഡിഫൈ ചെയ്ത വണ്ടി ഞങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ ഡാഡിയുടെ ഫ്രണ്ടാണ് നമ്മുടെ സിമിയോൺ എന്ന് പറയാം. ആ പുള്ളിയുടെ ഷോറൂം കഴിച്ചു. അപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി നമുക്കൊരു വണ്ടി അങ്ങോട്ട് ഒപ്പിച്ച് തന്നു. ഡാഡി പൈസ തന്നു. പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ലിറ്ററലി ഒന്നുമില്ല. വീട്ടിൽ നിന്ന് അടിയിട്ട് പോയതാണ് നമ്മൾ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഡാഡി പറഞ്ഞു 5 പൈസ തരില്ല, വേണമെങ്കിൽ അവിടെ ജീവിക്കാനായിട്ട് നമ്മളൊരു വണ്ടി ഒരു വീട് ഞാൻ വാങ്ങിച്ചു തരാം, ബാക്കി നീ നിൻ്റെ ഇഷ്ടത്തിൽ ജോലിയിൽ ജീവിച്ചോളാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വണ്ടി ഇടിച്ചു, സ്ക്രാച്ച് വീണു, റിപ്പയർ ചെയ്യാൻ പോലും പൈസ ഇല്ല കൈസ്. എനിക്കിവിടെ വന്ന് ഡോൺ ആവാൻ വേണ്ടിയാണ് കൈസ് നമ്മളിവിടെ വന്നത് തന്നെ. ഡോൺ പിന്നെ കൈസ് എൻ്റെ പേര് പറയാൻ വന്നു. എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. ഇതും ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. എനിക്കിവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് അതായത് ഇതൊരു ഡെയിലി നമുക്ക് GTA 5 കണ്ടന്റ് മാത്രം എടുക്കാൻ ശ്രമിക്കുക ഗൈസ്. എനിക്ക് GTA 5 എന്ന് പറഞ്ഞൊരു ക്രേസ് ആയിരുന്നു. അങ്ങനെ ഒരു വലിയ അത് സാധിച്ചു. ആ കാണുന്ന ഷോറൂം തോന്നുന്നു ഗൈസ്. ഓക്കെ, അകത്ത് അടിപൊളി വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ നമുക്കൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യണം. ഈ അലമ്പ് വണ്ടീസാണല്ലോ മൊത്തം. പക്ഷെ അലമ്പെന്ന് പറയാനില്ല കേസ്. ഈ വണ്ടി എടുക്കാനുള്ള പൈസ പോലും നമ്മുടെ അടുത്ത് ഇല്ല എന്നുള്ളതാണ്. What? Bro, what are you talking about, man? ചേച്ചി സിമിയോൺ അങ്കിള് അറിയോ? സിമിയോൺ സാർ ഓഫീസ് ക്യാബിലുണ്ട് കേട്ടോ. സിമിയോൺ സാർ ഓഫീസ് ക്യാബിലുണ്ട്. ഓക്കെ. ഓ, ഓഫീസിലല്ലേ? ഓക്കെ. സിമിയോൺ ഓഫീസിലുണ്ടെന്നാണ് പറഞ്ഞത്. ചെന്ന് നോക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ സിമിയോൺ അങ്കിളിനെ ഒന്നും കയറി കണ്ടു നോക്കാം. അവസ്ഥ ദൈവത്തെ പഠിച്ചില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരാം. പറ്റൂല സിനിമയോടെ പറ്റൂല. എനിക്ക് ആ വണ്ടി കിട്ടണം. ഇവിടെ ഇന്നും കൂടി കഴിഞ്ഞാൽ അവര് ആ വണ്ടി കൊണ്ടുപോകാണെന്ന്. അത്ര പോലീസ് പ്രൊട്ടക്ഷന് അല്ല ആർമി പ്രൊട്ടക്ഷന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണോ ഒന്ന് പറഞ്ഞു. എനിക്കത് ആലോചിക്കുമ്പോ തന്നെ പേടിയാണ്. എടാ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എനിക്കത് നീ തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നീ പറയണ പൈസ വേണമെങ്കിൽ 10 മില്യൺ അവിടെ നിന്ന് തന്നേക്കാം. എന്തോ ഒരു സീരിയസ് മാറ്റർ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ സിമിയോൺ എവിടുന്നോ എന്തോ വണ്ടി കൊടുക്കാമെന്നെന്തോ പറഞ്ഞിട്ട് പുള്ളിനെ പറ്റിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് വണ്ടി ഇന്ന് കിട്ടിയെങ്കിൽ പക്ഷെ 10 മില്യൺ വണ്ടി ഏതാണെന്ന് വെച്ച് 10 മില്യൺ ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും ചോദിച്ചു ആ വണ്ടി നമുക്ക് എടുത്ത് കൊടുത്താൽ ചോദിച്ചേക്കാം. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ സിമിയോണെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലർ വരും. അപ്പോൾ
സീരിയസ് ആണ്. അയാൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ചോദിച്ചു നോക്കാം. അയാളുടെ മുമ്പ് വെച്ച് അയാളെ പറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണം കിട്ടി. അയാളിപ്പോൾ തൽക്കാലം നമുക്ക് ഇച്ചിരി എവിടെയും വെയിറ്റ് ചെയ്യാം. അയാൾ പോയി തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം, പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. പോയി നമ്മളിപ്പോൾ സിനിമ മാത്രമേ ഉള്ളൂ അകത്ത്. അങ്കിള് അങ്കിള് അതല്ല, ഞാൻ ചുമ്മാ വണ്ടിയൊക്കെ ചുമ്മാ കറങ്ങാന്നൊക്കെ ഓർത്ത് സിറ്റിയിലേക്ക് വന്നാണ്. ഞാൻ കോളേജിലേക്ക് പോയിട്ടില്ല, പോണം. ഇന്ന് പോയില്ല, ഇന്ന് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഇന്ന് പോയില്ല. നാളെ തൊട്ട് പോയി തുടങ്ങും. അതല്ല, അതെ, എനിക്കൊരു വണ്ടി വേണമായിരുന്നു. അപ്പൊ നിനക്ക് ഇന്നലെ തന്ന വണ്ടി എന്ത്? ഇന്നലെ ഞാൻ എയർപോർട്ടിന്റെ അവിടെ കൊണ്ടുപോയിട്ടാണല്ലോ. അത് നശിപ്പിച്ചൊന്നുമില്ല. അതെ, എനിക്ക് വണ്ടിയുടെ കളക്ഷൻ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് പൈസ ഇല്ല. അല്ല, എനിക്ക് പോട്ടെ, വണ്ടിയൊക്കെ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് പൈസ ഇല്ല. എനിക്കിപ്പോൾ ഫുഡ് വാങ്ങാൻ പോലും പൈസ ഇല്ല. ഡാഡി തരൂലെന്ന് പറയണം. ഞാൻ തരുമൊന്നുമില്ല. എൻ്റെ അടുത്ത് 5 പൈസ എഴുതി പോടാ. അങ്ങനെ പറയില്ല സിനിമനെ. എന്തെങ്കിലും ജോലി തന്നാൽ മതി, ഞാൻ ചെയ്തോളാം. നിനക്ക് ഉച്ച ജോലിയാ? ഞാനൊരു 50 കൊടുക്കട്ടെ, നീ അവിടുത്തെ കുറച്ചിട്ടേക്കാ ഫ്ലോറൊക്കെ. എന്തുവാ സിനിമ? എനിക്ക് ആ ജോലിയൊക്കെ എന്ത്, അതുകൊണ്ടൊക്കെ എന്താവാനാണ്? പിന്നെ നിനക്ക് എന്താ വേണം? നേരത്തെ ഒരു പുള്ളി വന്നിട്ടുണ്ടായല്ലേ ഇവിടെ, മറ്റേ ആ പുള്ളി എന്തോ ഒരു കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി വന്നിട്ട് എന്തോ വണ്ടി എടുത്തു കൊടുത്താൽ എന്തോ പൈസ തരാം അങ്ങനെ എന്താണ്ടൊക്കെ പറയണ്ടായിരുന്നു. ശരിയാണോ? അതിന് അല്ല, വേണമെങ്കിൽ ആ വണ്ടി ഞാൻ എടുത്തു തരാം. അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാ. നിന്നെയൊക്കെ വിട്ടെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനെന്നാ പറയണില്ല. അല്ല, ഡാഡി ഒന്നും അറിയാനൊന്നും പോണില്ല. ഞാൻ വണ്ടി എടുത്തു തരാം. നമുക്ക് പൈസ എത്ര തരും? പൈസ ഞാൻ നിനക്ക്, നീ വണ്ടി കൊണ്ടുവാ, അപ്പൊ നിനക്ക് പൈസ തരാനുണ്ട്. ഓക്കെ, വണ്ടി ഞാൻ കൊണ്ടുവരാം. വണ്ടി എവിടെയാണ്? അതിന്റെ ലൊക്കേഷൻ ഞാൻ എഴുതേക്കാം. ഓക്കെ, ഞാൻ എടുത്തു തരാം. പ്ലീസ് മുഴുവൻ എടുത്തുണ്ടോന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിക്ക് പോയാൽ ശരിയാവില്ല. നമുക്ക് എന്തായാലും ഈ ബൈക്ക് എടുക്കാം. ഇതാകുമ്പോൾ ഒരു ഹെൽമെറ്റും കിട്ടും കേസ് നമുക്ക്. അതാകുമ്പോൾ നമ്മുടെ മുഖം ആരും കാണില്ല എന്ന് വിചാരിക്കുന്നു. ബൈ ദ വേ നമുക്കൊരു ഗണ്ണ് വാങ്ങണം. ആ കാര്യം കിട്ടുമോ കേസ്? ചേട്ടാ അതെ, നമുക്കൊരു ഗണ്ണ് വേണമായിരുന്നു. ഒരു $300 പറ്റിയൊരു ഗണ്ണ്. $262 വയസ്സ് നമ്മുടെ പിസ്റ്റലിന്റെ റേറ്റ്. നമുക്ക് ഇതെടുത്താൽ അതിനുള്ള പൈസ ഇല്ല തൽക്കാലം. ചേട്ടാ അതെ, എനിക്കിതാ AK-47 തരുമോ? അല്ല, പൈസ സിമിയോൻ തരാന്ന് പറഞ്ഞ. സിമിയോൻ വന്നിട്ട് സിമിയോൻ തരാന്ന് പറഞ്ഞു. സിമിയോൻ പറഞ്ഞിട്ടോ. അതെ, സിമിയോൻ ഉണ്ട്. ഞാൻ സിമിയോന്റെ എന്റെ അങ്കിളാ സിമിയോൻ. ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഗണ്ണം കൂട്ടി. സിമിയോനോടൊന്ന് ചോദിക്കട്ടെ, അവിടെ തന്നെയാണോ കറങ്ങി? സിമിയോനെ, അതെ, എയർപോർട്ടിലാണോ ഈ സംഭവം നടക്കുക? അപ്പൊ എയർപോർട്ടിൽ അവിടെ ചെന്നിട്ട് എയർപോർട്ടിലാ അവിടെ ഞാൻ മുഴുവൻ കാര്യം പറയാൻ പറഞ്ഞടാ. അത് എയർപോർട്ടില് നമ്മുടെ മിലിറ്ററിക്കാര് നമ്മുടെ പോലീസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മോഡിഫൈ ചെയ്തൊരു വണ്ടിയുണ്ട്. പക്ക മോഡിഫൈ ചെയ്തൊരു വണ്ടി, പോലീസിനെ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇറക്കിയ വണ്ടിയാണ്. ആ വണ്ടി നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അതിന് പൈസ തരാം. ആ വണ്ടിയാണ് നീ എടുത്തുകൊണ്ട് വരേണ്ടത്. ഞാൻ എടുത്തുണ്ട്. സോ ഗൈസ്,
സോ ഗൈസ്, അതായത് അത് ശരിക്കും നടക്കണമെന്ന് വെച്ചാൽ എയർപോർട്ടിൽ നടക്കുന്നത് ഗൈസ്. എയർപോർട്ടിൽ ശരിക്കും ഇതൊരു, ഞാനിപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ ഗൈസ്, നമ്മുടെ മിലിറ്ററിക്കാർ നമ്മുടെ പോലീസുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി മോഡിഫൈ ചെയ്തൊരു വണ്ടി അതാണ് കൊടുക്കുന്നത്. സ്പെഷ്യലായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തൊരു വണ്ടിയാണ് കൊടുക്കുന്നത്. ആ വണ്ടിയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്ത് പോലീസിന് സ്റ്റിക്കറൊക്കെ അടിച്ചെന്നാണ് നമ്മൾ സിനിമ വിളിച്ചപ്പോൾ പറഞ്ഞത്. ആ വണ്ടി നമുക്ക് എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കണ്ട പുള്ളിയില്ലേ, ആ പുള്ളി നമുക്ക് പൈസ തരും. നമുക്കല്ല, സിമിയോണ് തരും. സിമിയോൺ അതിൽ നിന്ന് നമുക്ക് തരാമെന്നാണ് പറഞ്ഞത്. എത്ര തരുമെന്നൊന്നും അറിയില്ല. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടി കൊണ്ട് അങ്ങോട്ട് പോലും ശരിയല്ല. നമുക്ക് നമ്മുടെ അടുത്ത് തോക്കുണ്ട്. നമ്മുടെ തോക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് അപ്പുറത്തേക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല. നമുക്കിപ്പോൾ എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഗൈസ്. നമുക്ക് ആ വണ്ടിയുടെ അങ്ങോട്ട് പെട്ടെന്ന് എത്തണം ഗൈസ്. ഒരു കണ്ട അത് പ്രശ്നമാവും. ഓക്കെ ഗൈസ്, അവിടെ അതിൻ്റെ ഉള്ളിലാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്. നമുക്ക് മൊബൈൽ എടുത്തിട്ട് നമുക്ക് ക്യാമറ എടുക്കുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ്, ഇവിടെ ലെംബോർഗിനി കിടപ്പുണ്ട് ഗൈസ്. ബാക്കിൽ നോക്കി ഒരു പോലീസ് പടം മൊത്തം ഇപ്പോൾ ഗൈസ്. എൻ്റെ മോന്, നമുക്കിത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. നമുക്കൊന്ന് എന്തായാലും നമുക്ക് അവിടെ അങ്ങാടെ നോക്കിയോ ഗൈസ്. എന്തായാലും അവരിവിടെ അല്ല, അപ്പുറത്ത് നിൽക്കുന്ന ഗൈസ്. നമുക്ക് ഇത് ഗൈസ്, എൻ്റെ ആദ്യം പുറത്തുകൂടെ ഇവിടെ അതിനുണ്ടെങ്കിൽ നമ്മൾ പെടും ഗൈസ്. നമുക്കെന്തായാലും അങ്ങനെ പോയി നോക്കണം ഗൈസ്. വണ്ടി കിടക്കുന്നുണ്ട് നോക്കാനുള്ള സ്ഥലങ്ങൾ ഗൈസ്. എന്നിട്ട് എന്തായാലും നമ്മുടെ ഗണ്ണ് ഇട്ടുണ്ട്. നേരെ കയറി വെടിവെച്ച് കഴിഞ്ഞാൽ അത് വൻ യുദ്ധത്തിലേക്ക് നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും പതിയെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമെന്നൊരു കണ്ടിട്ടില്ല. പതിയെ ഓക്കെ ബാക്കിൽ പോയി. പോലീസ് 5 സ്റ്റാർ ആയിട്ടുണ്ട്. 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുന്ന് പുറത്തേക്ക് പോണ വഴി വെടി കേൾക്കുന്നുണ്ട്. നല്ല വെടി അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ സ്റ്റാർ മിന്നി തുടങ്ങുന്നുണ്ട്. ബട്ട് ഇല്ല, പിടിക്കും. നമുക്ക് ഇവിടുന്ന് സേഫായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. നമുക്കിങ്ങനെ ഏതെങ്കിലും ഒരു വഴി കൂടി എന്തായാലും പുറത്തെത്താൻ കഴിയും. ഇവിടെ ഒരു വഴിയുണ്ട്. പിടിച്ച് അവര് വന്ന് പിടിച്ചാ തീർന്ന്. നമുക്ക് ലംബോവിനെ ആയതുകൊണ്ട് ഇതിനെ പിടിക്കാൻ പറ്റില്ല. തുറക്ക്. Oh my god. ഇപ്പൊ ഒളിച്ചിരിക്കാൻ സ്ഥലവും നമ്മ കാണുന്നില്ല. നമ്മുടെ വണ്ടി എന്തായാലും നല്ല രീതിക്ക് പൊളിഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഇതും കൂടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ സിമിയോൺ എടുക്കുമോ എന്ന് എനിക്കറിയില്ല. ഗൈസ്, വണ്ടിയുടെ ടയർ പൊട്ടി.
എങ്ങാട് പോകും ഗൈസ്, എങ്ങാട് പോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. എന്റെ അമ്മോ ഗൈസ്, വണ്ടി എങ്ങനെയാ ഓടണമെന്ന് എനിക്കറിയില്ല. അതിന്റെ ഫ്രണ്ട് ഭാഗം ഇല്ല ഇത് അതിന്. സ്റ്റാർ നിന്നുണ്ട്, ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നു സ്റ്റാർ നിന്നുണ്ട്. നിങ്ങളുടെ ആരും കണ്ടുപിടിക്കായിരുന്നാ മതി. സ്റ്റാർ പോയി. എന്റെ മോനെ, ഏത് സ്ഥലം എന്ന് എനിക്കറിയില്ല. ഏതോ വഴി കൂടിയൊക്കെ നമ്മൾ കയറി വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ, ഇവിടെ ഇവിടെ തന്നെ നമുക്കൊരു ഓട്ടോ റിപ്പയറിംഗ് ഷോപ്പ് ഉണ്ട്. നമുക്ക് വണ്ടി ഇവിടെ കൊടുത്ത് നേരാക്കാൻ കഴിയും. നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ കൊടുത്ത് നേരാക്കാം. നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ കൊടുത്ത് നേരാക്കാം. ബട്ട് നമ്മുടെ കയ്യിലാകെ $300 ഉള്ളു. അതാക്കി തന്നെ കഴിക്കണം. നമുക്ക് എന്തായാലും $300 പോരാ നമുക്ക് വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്യാം. നമുക്ക് പൈസ ഇവിടെ നിന്ന് എങ്ങനെ ഒപ്പിക്കും? അയ്യോ, അത് ഭയങ്കര ടാസ്ക്കാണ്. വഴിയുണ്ടാകും. ഹലോ ഹലോ ബ്രോ 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 ഹലോ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എൻ്റെ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി, ഒന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. കുറച്ച് പൈസ കിട്ടുമോ? പൈസ പിന്നെ എനിക്ക് വെറുതെ പൈസ വട്ടാണോ? വട്ട് ആ കിടക്കണ വണ്ടി അല്ല, വെറുതെ എന്തെങ്കിലും എന്തുവേണം ചോദിച്ചോ. ഇത് ആ കിടക്കണ വണ്ടിയാണ് നിങ്ങടെ? നിങ്ങൾ പോലീസാണോ? അതെ, ഞാൻ പോലീസാണ് സാറ്. അതെ, പൈസ എൻ്റെ അടുത്ത് ഉണ്ട്. ഞാനെങ്ങനെ സാറേ ഒരാൾക്ക് വെറുതെ പൈസ ഒക്കെ തരണം? വെറുതെ ഒന്നും വേണ്ട, നീ എന്തെങ്കിലും പറഞ്ഞോ, നമ്മ പറ്റുവാണെങ്കിൽ നമ്മൾ ശരിയാക്കി തരും. സാറേ, സാറിൻ്റെ അടുത്ത് തോക്ക് വല്ലതും ഉണ്ട് സാറേ? വല്ല തോക്ക് വരികയാണെങ്കിൽ ഞാൻ ഒരു കുറച്ച് പൈസ തന്നേക്കാം. തോക്ക് നമ്മുടെ അടുത്ത് 2 ഗണ്ണുണ്ട്. തീയതി കണ്ണു. ഓ, 2 ഗണ്ണുണ്ട്, 2 ഗണ്ണ്. ഈ കാണുന്ന ഗണ്ണും ഞാൻ പിടിച്ചിട്ടില്ലേ, ഈ ഗണ്ണും പിന്നെ നമ്മുടെ ഈ ഗണ്ണും. ഇത് വേണോ വേണോ വേണോ? സാറേ സാറേ, പൊട്ടിക്കല സാറേ. അതെ, അതിന് തന്നാ മതി. ഞാൻ ഒരു $2000 തരാം. പൈസ നമ്മുടെ ആവശ്യമായി ഇല്ലേ? കിട്ടിയില്ലേ? ഓ ഓക്കെ സാർ, കിട്ടി. ഇനി പൈസ സാറേ എന്നാ പിടിച്ചോ. ഓക്കെ കിട്ടി. നമ്മളിപ്പോൾ ടോട്ടല് $2300 ഗൈസ്, $2300. നമുക്ക് വണ്ടി എത്ര? നമുക്ക് വേഗം ഒന്ന് ഇത് റിപ്പയർ ചെയ്യണം ഗൈസ്. ഇത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഗൈസ് നമ്മൾ സിനിമ എടുക്കുമെന്നുള്ള കാര്യം. നമുക്കൊരു ടയറും ഇല്ല, ഇതെല്ലാം കൂടി റിപ്പയർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഇതാവും നമുക്ക്. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ ഇടിപ്പിക്കാതെ നമ്മൾ പോലീസിൻ്റെ മുന്നിൽ പെടാതെ നമുക്ക് സിമിയോൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക മാത്രമാണ് നമ്മുടെ ദൗത്യം. സോ ഗൈസ്, നമ്മൾ അങ്ങനെ സിമിയോൻ്റെ ഷോറൂമിലേക്ക് എത്താറായി ഗൈസ്. സിമിയോൻ്റെ ഷോറൂമിൽ നമ്മൾ സിമിയോണിനെ ഞെട്ടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ജീപ്പിലൂടെ കയറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാം. സിമിയോൺ ഞെട്ടട്ടെ. സിമിയോണേ കൂടി തീരോ? ഇതൊക്കെ സിമിയോണേ, വണ്ടി നോക്ക്. അയാളെ വിളിക്കട്ടെ. സിമിയോണെ വിളിക്കേണ്ടവരൊക്കെ വിളിക്കും. വണ്ടി ഇട്ടിട്ടുണ്ട്, വേഗം പോടാ. സിമിയോനോടൊന്ന് വിളിക്കേണ്ടി. സിമിയോൻ വിളിക്കട്ടെ. അതെ, അവനെ വിളിച്ചിട്ടുണ്ട്. അവനെപ്പത്തും.
ഓക്കെ. നമുക്ക് വണ്ടി രക്ഷയില്ല വണ്ടി. എൻ്റെ മോനെ ഈ പോലീസ് വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇയാളേതാ? ഇയാളെല്ലാം വേണ്ട ആള്. ഇതാണ്ട് അസിസ്റ്റന്റ് ഇവിടെ ക്ലൈന്റ്. ഓക്കെ, വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, പൈസ വാങ്ങി എന്താണെന്ന് ചെയ്തു. നമ്മുടെ അല്ല ഇവരുടെ വണ്ടി. ഇതിൻ്റെ ലുക്ക് നോക്കി. നിനക്ക് ഒരു 5 മില്യൺ മതിയാവും. 5 മില്യൺ അത് മതി. സിനിമയാണ് 5 മില്യൺ മതി, കുഴപ്പമില്ല. അതെ, എൻ്റെ അമ്മോ 5 മില്യണോ? ഞാൻ അതുപോലെ കിട്ടുമെന്ന് വിചാരിച്ചില്ലേ. ഞാൻ കുറച്ചൊരു 10,000-20,000 കിട്ടും വിചാരിച്ചു. എൻ്റെ പൊന്നെ, ആ ഒരു വണ്ടിക്ക് അത്ര സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? എനിക്കത് എത്ര ആലോചിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പൊന്ന് ഗൈസ്, വണ്ടിയൊക്കെ കാണില്ല ഗൈസ്. വണ്ടി കൊണ്ടുവന്നു ഗൈസ്. സിമിയോണവിടെ സിമിയോ മുങ്ങിയാ നല്ല ഡൗട്ട് വരും. സിമിയോൺ ക്യാബിനിലില്ല. ആകെ സിനായി. സിമിയോൺ നമ്മളെ പറ്റിച്ച്. എന്റെ പൊന്ന് സിമിയോണെ, താങ്കൾ മനുഷ്യനെ പേടിപ്പിക്കൂ. ഇല്ല, ഞാൻ അയാളൊന്ന് പറഞ്ഞോടാൻ പോയതാണ്. നിന്റെ പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തേക്കാം കേട്ടോ. സിമിയോണെ ചെയ്തേക്കൂലേ? ഓടോടെ ചെയ്തേക്കാം. പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിന്നെ എന്തായാലും വിളിക്കും, ഉറപ്പ്. അതെ, പിന്നെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ, ആ കാര്യം മറക്കല്ലേ. ഇല്ല, ഡാഡിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ല. നീ സൂക്ഷിച്ച് എന്തൊക്കെ ചെയ്താൽ മതി. പിന്നെ ഞാൻ നിന്നെ പണി കൂട്ടുന്ന നീയും പറഞ്ഞു കൊടുക്കരുത്. അത് പിന്നെ പറയോ സിമിയോണെ, കേട്ടാ ശരിയെന്നാ. നമ്മുടെ സിമിയോൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞേക്കണേ. ഇയാളെന്താ പറയാ? ഓ, കടയുടെ അകത്തേക്കായിരിക്കും ഗൈസ്. നമ്മളങ്ങനെ മില്യണറായി ഗൈസ്. ഓക്കെ, അയാളെ വണ്ടി എടുത്തുകൊണ്ട് ഗൈസ്. നമുക്ക് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ എനർജിയൊക്കെ പോയി ഗൈസ്. ഇപ്പോൾ ടൈം ഏതാണ്ട് 1:30-2 മണി അടുത്തായി ഗൈസ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വേറെ വല്ല കണ്ടൻറ്റോ വേറെ വല്ല ഗെയിംസോ ഉണ്ടെങ്കിൽ നമ്മുടെ PC റെസ്പെക്ട് ചെയ്യാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൊക്കെ പറ്റി നല്ലൊരു അടിപൊളി ഗെയിംസ്, നമുക്ക് കളിക്കാൻ പറ്റിയ ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നൊരു ദിവസം കാണാം. അതുപോലെ എല്ലാ മച്ചന്മാർക്കും ബൈ ഗൈസ്.